അപ്പോൾ നമുക്ക് സിമ്പിളായിട്ടുള്ളൊരു വെജിറ്റബിൾ സ്റ്റൂ വീട്ടിൽ തന്നെ റെഡിയാക്കി എടുക്കാം. ആദ്യം തന്നെ ചട്ടി വെച്ചിട്ട് അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കുക. എന്നിട്ട് പട്ടയും ഗ്രാമ്പും കുറച്ച് പെരിഞ്ചീരകം കൂടെ ചേർത്ത് കൊടുക്കണം. ഏലക്കയും കൂടെ ചേർക്കണം കേട്ടോ. ഏലക്ക ഒന്ന് ചതച്ചിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ ക്രഷ് ചെയ്തിട്ട് പൗഡറായിട്ടോ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. അതിൻ്റെ കൂടെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടെ ചേർത്തിട്ട് നല്ലപോലെ മൂപ്പിച്ചെടുക്കുക. ഇതൊന്ന് നിറമൊക്കെ മാറി വരുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് സവാളയും കൂടെ ആഡ് ചെയ്തിട്ട് അതും കൂടെ നല്ല വഴറ്റിയെടുക്കുക. സവാളയുടെ കൂടെ തന്നെ നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇടണം. ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ക്രഷ്ഡ് ആയിട്ടോ അല്ലെങ്കിൽ പൗഡേർഡ് ആയിട്ടുള്ള പെപ്പർ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇത് ഓൾറെഡി ബോയിൽ ചെയ്ത് വെച്ചിട്ടുള്ള വെജിറ്റബിൾസ് ആണ് കേട്ടോ. ഇതിൻ്റെ കൂടെ ഗ്രീൻ പീസും വേണമെങ്കിൽ ആഡ് ചെയ്യാം. എന്നിട്ട് നാളികേരപ്പാലായ രണ്ടാം പാൽ ഒഴിച്ചിട്ട് ആദ്യം കുക്ക് ചെയ്തെടുക്കണം. ഈ രണ്ടാം പാലിൽ കിടന്നൊന്ന് നല്ല വെജിറ്റബിൾസൊക്കെ ഒന്ന് സെറ്റായി വരണം. അതിന് വേണ്ടിയിട്ട് സിമ്മിൽ വെച്ചിട്ട് നമ്മളൊന്ന് കുറച്ച് സോൾട്ടും കൂടെ ആഡ് ചെയ്തിട്ട് നമ്മൾ അടച്ച് വെച്ചിട്ട് കുറച്ച് നേരം സിമ്മിൽ വയ്ക്കുക. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് മല്ലിയില ചേർക്കുന്നുണ്ട്. മല്ലിയില ഇല്ലാത്തതുകൊണ്ടാണ് ഇച്ചിരി ഉള്ളത് ചേർത്തത്. പക്ഷെ കുറച്ച് അത്യാവശ്യം മല്ലിയില ചേർക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അത് നല്ല കുക്കായി വരുമ്പോൾ നല്ല ഒന്ന് ഇളക്കി കുറച്ച് കഷ്ണങ്ങളൊക്കെ ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്ക് അടുത്തതായിട്ടുള്ള ഒന്നാം പാലും കൂടെ ചേർത്ത് കൊടുത്തിട്ട് തുറന്ന് വെച്ചിട്ട് കുറച്ച് നേരം നല്ലപോലെ ഒന്ന് വറ്റിച്ചെടുക്കണം. ഒന്ന് ഗ്രേവിയൊക്കെ ഒന്ന് സെറ്റായി വറ്റി വരുന്നവരെ അങ്ങനെ വെജിറ്റബിൾസ് അതിൽ കിടന്ന് വെന്തിട്ടുണ്ടെങ്കിലാണ് അതിൻ്റെ കറക്റ്റായിട്ടുള്ള ടേസ്റ്റ് ഉണ്ടാവുക. എന്നിട്ട് എരിവ് നോക്കിയിട്ട് നമുക്ക് വേണ്ടതിനനുസരിച്ച് കുറച്ചുകൂടെ പെപ്പർ വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ കുറച്ച് ഗീ ആഡ് ചെയ്യുന്നുണ്ട്. ഗീ വേണ്ടവർ ആഡ് ചെയ്താൽ മതി. ടേസ്റ്റ് ഇഷ്ടമല്ലെങ്കിൽ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ ഗീ ആഡ് ചെയ്താൽ വേറൊരു കുറച്ചുകൂടി ഡിഫറെൻ്റ് ആയിട്ടുള്ള ടേസ്റ്റും കൂടെ കിട്ടുന്നതാണ്. അപ്പോൾ നമ്മുടെ വെജ് സ്റ്റൂ റെഡിയായി. അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.